ഇനിയിപ്പോ LDF അല്ല, UDF അല്ല, യാതൊരു BJP അല്ല, യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ആണ് ഈ ലോകം ഭരിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല. ഇനി യാതൊരുവിധ വയസ്സന്മാർക്കോ അല്ലെങ്കിൽ യാതൊരുവിധ എന്താ പറയുക യാതൊരുവിധ എഡ്യൂക്കേഷനോ ഒന്നും ഇല്ലാത്ത ബുദ്ധിഹീനമായ ആൾക്കാർക്കൊന്നും നമ്മുടെ എലോൺ മസ്കിനെയോ ബിൽഗേറ്റ്സിനോ അവരുടെ ഉള്ളിലിരിപ്പോ അല്ലെങ്കിൽ അമേരിക്ക പോലത്തെ വലിയൊരു രാജ്യം അല്ലെ, അവർ വലിയ രാജ്യമെന്ന് അവർ പറയുന്നു, നമ്മുടെ മുമ്പിൽ വലിയ രാജ്യമൊന്നുമല്ല. ഓക്കെ, കപ്പടതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവരെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റില്ല അവർക്ക്. വയസ്സായവർക്ക് അവരെന്ത് ചെയ്യും? ജസ്റ്റ് ഡോളേഴ്സ് എല്ലാം ഇട്ട് ഈ ഗവൺമെന്റ് എല്ലാം മേടിക്കും, നമ്മുടെ ജുഡീഷ്യറി മേടിക്കും, നമ്മുടെ കോർട്ടിനെ മേടിക്കും, പോലീസുകാരെ മേടിക്കും, ബിസിനസ് ആൾക്കാരെ കൊണ്ട് നമ്മളെ കുറെ വിഷങ്ങൾ കഴിപ്പിക്കും. അപ്പോൾ ഇതൊന്നും വേണ്ട. ഓക്കെ, അതിലേക്കൊന്നും ഞാൻ പോണതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് വിഷ്ണു പി എന്നാണ്. ഞാൻ റിലാക്സ് ഫോർസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അതോടൊപ്പം എന്റെ പ്രൊഫഷൻ കെമിക്കൽ എഞ്ചിനീയർ ആണെങ്കിലും ഞാനിപ്പോ ഫാർമറാണ്. ഓക്കെ, കൃഷിക്കാരനാണ്. നിങ്ങൾക്ക് നല്ല ഭക്ഷണം, അതായത് പണ്ട് എങ്ങനെയായിരുന്നു ഭക്ഷണം വരുന്നത് അല്ലെ, നമ്മുടെ ആരോഗ്യം നിലനിർത്താനാണ് നമുക്ക് ഭക്ഷണം വേണ്ടത്. ആശുപത്രി കൊണ്ടുപോകാനല്ല ഭക്ഷണം വേണ്ടത്. അപ്പൊ ശുദ്ധമായ പച്ചക്കറികളും ശുദ്ധമായ ഫ്രൂട്ട്സും എല്ലാം കൊടുത്ത്, നല്ല ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ഇതെല്ലാം കൊടുത്ത് പുതിയ തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് നല്ലൊരു സമൂഹം ഉണ്ടാക്കാനാണ് റിലാക്സ് ഫോർസിന്റെ മോട്ടീവ്. അതായത് ഒരു 100 കോടി ഫോർസൊക്കെ 2 വർഷമുള്ളിൽ ഞങ്ങൾ ചെയ്തു തീർക്കും ഈ ലോകത്ത്. ഓക്കെ, അതെല്ലാം എന്റെ പേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതോടൊപ്പം ഞാൻ ഒരു സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ ട്രെയിനറാണ്. പിന്നെ ഒരു കായികൽപ്പ യോഗ ട്രെയിനറാണ്. ഞങ്ങൾക്ക് ഒരു ഹോളിസ്റ്റിക് സെന്റർ ഉണ്ട്. ഓക്കെ, ഹോളിസ്റ്റിക് സെന്റർ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് 2 ജിം ഉണ്ട്. ഞാൻ 8 വർഷമായിട്ട് ജിം ട്രെയിനറാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു ഔട്ടർ സർഫേസ്. ഓക്കെ, അത് 10 വർഷമായിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാനും ഈ ഒരു തീരുമാനം ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചത്. കാരണം ഞാൻ പഠിച്ചത് ഗൂഗിൾ നോക്കിയല്ല. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ചിത്രമാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് വേണം? ടെലിവിഷൻ, അവരുടെ വിഷൻ പറയുന്ന കാര്യങ്ങളായിരുന്നു നിങ്ങളുടെ സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാവിധ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യകളും. അപ്പോൾ ഇതൊന്നും നോക്കിയിട്ടല്ല ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾ പഠിച്ചത് മനുഷ്യനുണ്ടാകുന്ന മുമ്പുണ്ടായ വേദങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് നിങ്ങളോട് ഇതെന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന കാലവും നിയന്ത്രിക്കുന്ന ആ ഒരു യാതൊരു അറിവില്ലാതെ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്ന ആ ഒരു പൊളിറ്റീഷ്യൻസ്, വയസ്സായ നമ്മുടെ അപ്പൂപ്പന്മാരാണെങ്കിൽ യാതൊരുവിധ കാര്യമില്ല. നമ്മളെ നിയന്ത്രിക്കുന്ന, ഇപ്പൊ തന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ്. നമ്മളെ നിയന്ത്രിക്കുന്നല്ല, നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ഇടണം, എന്ത് ചിന്തിക്കണം അല്ലെ, ചിന്തിക്കുന്നവരെ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന അവരുടെ ആ ഒരു ഫോൺ വഴി. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എലാബറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവരാണ്. അപ്പോൾ അതൊന്നും ഇനി നടക്കില്ല. കാരണം ഇനി നടന്നു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന റോബോട്ട്സ് ആണ്. ഓക്കെ, റോബോട്ട്സ് വന്നിട്ട് നമ്മുടെ എല്ലാവിധ ജോലിയും കാര്യം ഇപ്പൊ തന്നെ ജോലിയില്ല. യങ്സ്റ്റേഴ്സിന് ഒന്നും ഇവിടെ ജോലിയില്ല. എല്ലാവരും അവിടെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കണം. യാതൊരുവിധ സാഹിബ് കൂടെ ഒന്നും അടിമപ്പണി ചെയ്യുന്നില്ല. ശ്രദ്ധിക്കണം. അവരവിടെ ചെന്നിട്ട് അവരുടെ വീടും നാടും എല്ലാം വിട്ടല്ലേ, മനുഷ്യത്വം അമ്മയും അച്ഛനും എല്ലാം വിട്ടിട്ട് അവിടെ പോയിട്ട് അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെയും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഓക്കെ, അവരുടെ കയ്യിൽ നിന്ന് പണമെല്ലാം മേടിച്ച് അവരെയും കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു വിടും. കാരണം അവിടെ റോബോട്ട്സ് വരും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ റോബോട്ട്സ് വരും. അങ്ങനെ മനുഷ്യനൊരു അടിമ ജീവിതമായി മാറി ശുദ്ധവായുവില്ല, ശുദ്ധജലമില്ല, ശുദ്ധമായ പച്ചക്കറികളില്ല, ഒന്നുമില്ലാതെ നരകതുല്യമായ ജീവിതമായിരിക്കും അവര് നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇനി ഈ ലോകം ഭരിക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ആയിരിക്കും. ഓക്കെ.